ത്തിൽ ബഹുമാന്യനായ പണ്ഡിതൻ മുജാഹിദ് ബാലുശ്ശേരിയാണ് നമ്മോട് സംസാരിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പിതാവായ അബൂബക്കർ ബാലുശ്ശേരിയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് മുജാഹിദ് ബാലുശ്ശേരിയുടെ വിഷയാവതരണത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ പിതാവായ അബൂബക്കർ ബാലുശ്ശേരി ഒരല്പസമയം നമ്മോട് സംസാരിക്കുന്നതാണ്. അതിനുവേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ അലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. അമ്മാ ബഅദ്. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സ്നേഹസമ്പന്നരായ ഈ നാട്ടിലെ സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, യുവാക്കളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ വളരെ കാര്യമായി ജനങ്ങളോട് പറയുന്ന ഒരു വാക്യം, ഫബശ്ശിർ ഇബാദിയല്ലദീന യസ്തമിഊനൽ ഖൗല വയത്തബിഊന അഹ്സനഹു ഉലൈക ഹദാഹുമുല്ലാഹു വ ഉലൈക ഹും ഉലുൽ അൽബാബ്. വളരെ പ്രസക്തമായ ഒരു ആയത്താണിത്. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള പ്രസംഗങ്ങളും അതുപോലെ തന്നെ വായനാശീലമുള്ളവരും പ്രസംഗങ്ങൾ കേൾക്കുന്നവരും അതുപോലെയുള്ള ഒരുപാട് വേദികളിൽ പങ്കെടുക്കുന്ന ആളുകളുമാണ് ഞാനും നിങ്ങളുമെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ഇത്തരം സമ്മേളനങ്ങൾ, ഇത്തരം പ്രസംഗ വേദികൾ അല്ലെങ്കിൽ ഇത്തരം ഉപദേശം നടക്കുന്ന സാഹചര്യമുള്ള സ്ഥലങ്ങളിൽ നാം ഓരോരുത്തരും എത്തിപ്പെട്ടാൽ വളരെ ആദ്യമായി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഒരു വിമർശകനായി കൊണ്ടല്ല, നേരെ മറിച്ച് പ്രസംഗത്തിന്റെ ശൈലിയും അതിന്റെ ഗുണങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മളൊക്കെ പലപ്പോഴും വിമർശിക്കപ്പെടാറുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു മനുഷ്യനും ഏതൊരു സംഗതി പറയുകയാണെങ്കിലും ആ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയും ആ കേട്ടതിന് ശേഷം ആ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ, ഗുണമുള്ളതാണോ, തങ്ങൾക്ക് യോജിച്ചതാണോ, അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങൾക്കും പ്രവാചകന്മാരുടെ കൽപ്പനകൾക്കും യോജിച്ചതാണോ പറയുന്നത് എന്ന് മനസ്സിലാക്കി അത് വളരെ കൃത്യമായി സ്വീകരിക്കുകയും, അതാണ് വയത്തബിഊന അഹ്സനഹുന. ഞാനിവിടെ സംസാരിച്ചാൽ ആ സംസാരത്തിൽ ഏറ്റവും നല്ലതിനെ തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലുള്ള വിവിധ രാഷ്ട്രങ്ങളിൽ താമസിക്കുന്ന മനുഷ്യർ അവർക്ക് ഓരോരുത്തർക്കും വിഭിന്നമായ നന്മയാണ് പലർക്കുള്ളത്. എനിക്ക് നന്മയായി തോന്നുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് നന്മയായി തോന്നണമെന്നില്ല. ഇവിടെ നന്മ എന്ന് ഉദ്ദേശിക്കുന്നത് ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകന്മാരുടെ ചര്യകളിലൂടെയും പഠിപ്പിച്ചു കൊടുത്ത ഏറ്റവും നല്ലതായ, ഏറ്റവും പരിഗണനീയമായ, ഏറ്റവും നല്ലതും നാളെ പരലോകത്തിൽ രക്ഷ ലഭിക്കുന്നതുമായ വചനങ്ങൾ അത് കേൾക്കുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ സ്വീകരിക്കണമെന്നുള്ള ആ ഒരൊറ്റ ചിന്തയോടുകൂടിയാണ് നമ്മൾ പിരിഞ്ഞു പോകേണ്ടത് എന്നാണ് ആദ്യമായി പറയാനുള്ളത്. ഒന്നുകൂടി മറ്റൊന്നും കൂടി പറയുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യം, ഈ രാജ്യത്ത് ഉള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദർശങ്ങൾ പ്രഖ്യാപിക്കുവാനും പറയുവാനും അത് എഴുതുവാനും അതുപോലെയുള്ള വേദികൾ സമർപ്പിക്കുവാനുള്ള എല്ലാ തരത്തിലുള്ള മൗലിക അവകാശങ്ങളും നമുക്കെല്ലാവർക്കും ഇന്ത്യൻ ഭരണഘടന നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളത് ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുകയും അത് തെറ്റാണെങ്കിൽ അതിനെതിരായിക്കൊണ്ട് തനിക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അതിനൊരു വേദി, അതേ സമയത്ത് ഏത് രൂപത്തിലാണോ ആ വേദി പങ്കിടേണ്ടത് ആ വേദി ഉണ്ടാക്കുകയും അവിടെ വെച്ചുകൊണ്ട് ഇന്നലത്തെ പ്രസംഗത്തിൽ പ്രഖ്യാപിച്ച കാര്യങ്ങളിൽ അതിൽ ഇസ്ലാമികമല്ലാത്ത, ഖുർആനിന് നിരക്കാത്ത അല്ലെങ്കിൽ ഹദീസിന് നിരക്കാത്ത ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അതിനെ വിമർശിക്കുകയും അതല്ല ശരിയെന്ന് പറയുവാനുള്ള അവകാശവും അധികാരവും സ്വാതന്ത്ര്യവും ഈ നാട്ടിലുള്ള ഓരോ വ്യക്തിക്കും നമുക്ക് അനുവദിച്ചു നൽകിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യമായി ഓർക്കേണ്ടതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം, ഒരു മനുഷ്യൻ ഏതൊരു കാര്യത്തിലും ഒരു കുട്ടി പിറന്നു കഴിഞ്ഞാൽ
ആ പിറന്ന കുട്ടിക്ക് മുല കൊടുക്കണമെന്ന് മനുഷ്യരല്ലാത്ത മറ്റ് മൃഗങ്ങൾക്കും പക്ഷികൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും ഒന്നും തന്നെ അത് പ്രത്യേകമായി പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു മാതാവ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു കാരണത്താലും ആ കുട്ടി മുലയിലേക്ക് അടുക്കുകയോ മുല കുടിക്കുകയോ ചെയ്യുകയില്ല. നേരെ മറിച്ച് അതിന്റെ മാതാവ് എന്റെ കുട്ടി ഇപ്പോൾ ജനിച്ചതാണ്, അതിന് പാൽ ആവശ്യമുണ്ട്, അതുകൊണ്ട് പാൽ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ള നിലക്ക് അതിനെ കയ്യിലെടുത്തുകൊണ്ട് അതിന് പാൽ കിട്ടുന്ന എവിടെയാണോ പാലുള്ളത് അവിടേക്ക് അതിനെ അടുപ്പിക്കുകയും അതിന്റെ ചുണ്ട് അതിലേക്ക് വെച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ആ കുട്ടി കുടിക്കുക എന്നുള്ളത്. ഇതൊരു തരത്തിലുള്ള വിജ്ഞാനമാണ്, ഇതൊരു അറിവാണ്. ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അറിവ് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നാം കൈകാര്യം ചെയ്യുന്ന, നാം ഉൾക്കൊള്ളുന്ന ഏതൊരു കാര്യത്തിലായിരുന്നാൽ ശരി അതിനെപ്പറ്റി വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കുകയും ആ അറിഞ്ഞതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ്. അറിഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരാൾ അറിവുള്ളവനാണെങ്കിൽ ആ അറിവ് ഉപകാരപ്രദമായിരിക്കണമെന്നാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഒക്കെ വിവരിക്കുന്നതാണ് ഇൽമുൻ ഇൻതഫഉ ബിഹി. പടച്ചവനെ ഉപകാരപ്രദമായ അറിവിനെ എനിക്ക് തരണം. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അവനെ സംബന്ധിച്ച് ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും അതിനെപ്പറ്റി വളരെ കൃത്യമായി പഠിച്ചിരിക്കേണ്ടുന്ന ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ ഒരു ചുരുങ്ങിയ സമയം അനുവദിച്ചത് കൊണ്ട് ആ സമയത്ത് നിങ്ങളുമായി ഒരു സഹോദര്യ ബന്ധം നമ്മൾ പുലർത്തുകയും നിങ്ങളെയൊക്കെ കാണുവാൻ ഇടയാക്കി തന്ന അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുകയാണ്. ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത്തരത്തിലുള്ള സദസ്സുകളിൽ നമ്മൾ ഒരുപാട് ഗഹനങ്ങളായ പ്രസംഗങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട്. ആ കേൾക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ഇതുവരെ നിലക്കൊണ്ടിരുന്ന കാര്യങ്ങളിൽ വ്യത്യസ്തമാണ് അത് എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അറച്ചു നിൽക്കേണ്ടതില്ല. കാരണം സത്യം എപ്പോഴാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്, ആ ബോധ്യപ്പെടുന്ന സമയം മുതൽ അത് ശരിയാണെങ്കിൽ നാളെ മുതൽ ഈ നിമിഷം മുതൽ ഞാൻ അത് അംഗീകരിക്കുവാൻ തയ്യാറാണ് എന്നുള്ള ചിന്താഗതി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജാഹിലിയ കാലത്തുള്ള മുശ്രിക്കുകളായ